ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. നാം ഇന്ന് ജീവിക്കുന്നത് അശാന്തിയും ആകുലതകളും നിറഞ്ഞ ഒരു ലോകത്താണ്. യുദ്ധങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, രോഗങ്ങൾ, വ്യക്തിപരമായ തകർച്ചകൾ എന്നിങ്ങനെ കഷ്ടതകൾ നമ്മുടെ വാതിലിൽ എപ്പോഴും മുട്ടിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ഇതിനൊരവസാനമുണ്ടാവുക? ബൈബിൾ നൽകുന്ന മറുപടി തികഞ്ഞ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും വാഗ്ദാനമാണ്. കഷ്ടതകൾ താൽക്കാലികമാണ്, ശാശ്വതമല്ല. വൈകുന്നേരത്തു കരച്ചിലുണ്ടാകാം, രാവിലെ സന്തോഷം വരുന്നു. ജീവിതത്തിലെ കഷ്ടതകൾ ഒരു രാത്രി ഇരുണ്ടു നിൽക്കുന്നത് പോലെയുള്ളൂ. പ്രത്യാശയുടെ ഒരു പുലരി നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. പൗലോസ് തന്റെ കഷ്ടതകളെ ലഘുവായ കഷ്ടം എന്നാണ് വിളിച്ചത്. കാരണം അതിനുശേഷം ലഭിക്കാനിരിക്കുന്ന നിത്യമായ സന്തോഷം അത്ര വലുതാണ്. ഇന്ന് ലോകം യുദ്ധങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും ഭീതിയോടെ നോക്കിക്കാണുന്നു. യേശുക്രിസ്തു പറഞ്ഞത്, ഇവയൊക്കെയും സംഭവിക്കുമെങ്കിലും ഭയപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവത്തിന് ലോകത്തിന്റെ നിയന്ത്രണം കൈവിട്ടുപോയിട്ടില്ല. ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ കടൽമധ്യേ വീണാലും ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ഒരു കാലം വരുന്നു. ദൈവം മനുഷ്യരോട് കൂടെ വസിക്കും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചുകളയും. മരണം, ദുഃഖം, നിലവിളി, കഷ്ടത എന്നിവ ഉണ്ടാകില്ല. ഇതാണ് നമ്മുടെ പ്രത്യാശ. കഷ്ടതകൾ നിറഞ്ഞ ഈ ലോകം കടന്നുപോകുമെന്നും സമാധാനം നിറഞ്ഞ ഒരു പുതിയ ലോകം വരുമെന്നും ഉറപ്പു നൽകുന്നു. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ നാം തളർന്നു പോകരുത്. കപ്പൽ കൊടുങ്കാറ്റിൽപ്പെടുമ്പോൾ നങ്കൂരം അതിനെ ഉറപ്പിച്ചു നിർത്തുന്നതുപോലെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തും. എല്ലാ കഷ്ടതകൾക്കും ഒരു അവസാനമുണ്ട്. അത് വിജയത്തിന്റേതും സമാധാനത്തിന്റേതുമായി. മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമായി. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ.